പ്രണയസഖി ഭാഗം 11. അവളൊരു ദീർഘനിശ്വാസത്തോടെ കൈ കഴുകി ഡൈനിങ് ടേബിളിന് മുന്നിലേക്ക് വന്നിരുന്നു. പ്രേമനെവിടെ? ജോലിക്ക് പോയോ? ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യം ഗൗതം ചോദിക്കുന്നത് കേട്ട് മറുപടി എന്താണെന്നറിയാനായി അവളുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. അവൻ വരണമെന്നൊക്കെ പറഞ്ഞിരുന്നതാ. കല്യാണത്തിന് തന്നെ കുറേ അവധിയെടുത്തിരുന്നു. അതുകൊണ്ട് മാനേജർ ചോദിച്ചിട്ട് ലീവ് കൊടുത്തില്ലെന്നാ അവൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അവർക്ക് കഴിക്കാനുള്ളത് വിളമ്പിക്കൊടുക്കുന്നതിനിടയിൽ സുജ പറഞ്ഞു. പൂജ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇങ്ങോട്ട് വന്നപ്പോൾ നാക്ക് അവിടെ വെച്ചിട്ടാണോ വന്നത്? ഗൗതം ഒരാക്കലോടെ പറഞ്ഞു നിർത്തിയതും അത് കേട്ട് ചിരിക്കുന്ന അമ്മയെ ഒന്ന് കാണിപ്പിച്ചു നോക്കിയവൾ. ഞാൻ പോയി കറി എടുത്തുകൊണ്ട് വരാം, നിങ്ങൾ കഴിക്കേ. സുജ പെട്ടെന്ന് അവർക്കിടയിൽ നിന്ന് ഒഴിയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. പൂജയും ഗൗതവും തമ്മിൽ അത്ര വലിയ സ്നേഹത്തിലൊന്നും ഇരിക്കില്ലെന്ന് അവർക്കൊക്കെ അറിയാം. എങ്കിലും പേടിച്ചതുപോലെ അത്ര പ്രശ്നങ്ങളും രണ്ടാൾക്കും ഇടയില്ലെന്ന് മനസ്സിലായതും അവർക്കുള്ളിൽ ചെറിയൊരു ആശ്വാസം തോന്നി. ആ താന്തോന്നിയുടെ കൂടെ വല്ലതും അവൾ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വയറ്റിലൊരു കൊച്ചിനെയും കൊടുത്തിട്ട് അവൻ്റെ വഴിക്ക് പോയനെ. അവനെപ്പറ്റി ഇവിടെ അച്ഛനും മോനും പോയി തിരക്കിയപ്പോൾ അറിഞ്ഞതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. അതൊക്കെ ഈ പെണ്ണിനോട് പറയാൻ ചെന്നപ്പോൾ അതൊന്നും അവളോട് കേട്ടതുമില്ല. അവനെ തന്നെ വേണമെന്നുള്ള വാശിയും. ഹോ, എന്തോ ഭാഗ്യം കൊണ്ടോ ചന്ദ്രോത് ഗൗതം അവളെ വേണ്ടെന്ന് വെക്കാഞ്ഞത്. അല്ലെങ്കിൽ അവളുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ആര് വരാനാ ഇവളെ കല്യാണം കഴിക്കാൻ? ഓരോ ഏടാകൂടത്തിലൊക്കെ പോയി ചാടിയിട്ട് അതിൻ്റെ പേരിൽ തീ തിന്നുന്നത് മൊത്തം വീട്ടിലുള്ള അമ്മമാരാ. അവരൊരു നെടുവീർപ്പോടെ അവർക്കുള്ള കറിയും എടുത്ത് ഹാളിലേക്ക് നടന്നു. രണ്ടാളും ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിക്കുന്ന കണ്ടാണ് സുജ അവർക്കടുത്തേക്ക് ചെല്ലുന്നത്. മോനെൻ്റെ കറിയൊക്കെ ഇഷ്ടമായോ? എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ പറയണേ. ഇല്ലമ്മേ, എല്ലാം നന്നായിട്ടുണ്ട്. മോൻ വെറുതെ പറയുന്നതല്ലോ, ഞാൻ അങ്ങനെ ചോദിച്ചതുകൊണ്ട്. അയ്യോ അല്ല, എല്ലാം വളരെ നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ മീൻകറി. ഗൗതം പറയുന്ന കേട്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. പൂജയെ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല. ഒന്നാമതേ അവൾക്ക് ഇവിടെ നിൽക്കാൻ തന്നെ അത്ര താല്പര്യമില്ല. ഇനിയിപ്പോൾ തല കണ്ടാൽ അയൽവക്കത്തുള്ളവർ തുടങ്ങും ഓരോന്ന് പറഞ്ഞ്. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് അറിയാനുള്ള ആകാംക്ഷ കൂടും. പൂജ പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് പോയി. ഇവൾക്കിപ്പോഴും അമ്മയോടൊക്കെ ദേഷ്യമാണോ? പൂജയെ മാറിയ നേരം നോക്കി ഗൗതം ചോദിച്ചു. അവനെന്തോ അവരോട് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. അവളുടെ പെരുമാറ്റം അതുപോലെ ആയിരുന്നു. ഇല്ലെന്ന് തോന്നുന്നു. ഞാനെന്ത് ചെയ്യാനാ മോനെ? അവളുടെ കണ്ണിൽ ഞാൻ സ്വാർത്ഥയായ അമ്മയായിരിക്കും. അതായിരിക്കും എന്നെ കാണുന്നത് ഇത്ര ദേഷ്യം. അത് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് അവൻ കണ്ടു. അവന് പെട്ടെന്ന് എന്തോ പോലെ തോന്നി. പലതും തുറന്നു സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ ചിന്തകൾ അവനെ വല്ലാതെ വേട്ടയായി. ചിലതിനൊക്കെ എങ്ങനെ പരിഹാരം കാണണമെന്ന് അവന് നല്ലതുപോലെ അറിയാമായിരുന്നു. മോൻ കഴിക്ക്. ഉള്ളിലെ സങ്കടം പുറമേ കാണിക്കാതെ ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് സൂജ പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. പൂജ എന്തെങ്കിലും കേട്ടുകൊണ്ട് വന്നാൽ പിന്നെ അവരുടെ ഇടയ്ക്ക് കൂടി അതൊരു കണ്ണുകടിയാവണമെന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അവർക്ക്. ഗൗതം കഴിച്ചു കഴിഞ്ഞതും സുജ തന്നെയാണ് അവനുള്ള മുറി കാണിച്ചു കൊടുത്തത്. പൂജ അവർ വരുന്നതിന് മുന്നേ നേരത്തെ തന്നെ അവളുടെ മുറിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. അകത്തേക്ക് കയറി വരുന്ന അമ്മയെയും ഗൗതമിനെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ താൻ കൊണ്ടുവന്ന ബാഗിൽ നിന്നൊരു ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി പൂജ. നിങ്ങൾ ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നോ? അച്ഛൻ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ബാഗിലിരിക്കുന്ന അവൻ്റെ ഡ്രസ്സ് കണ്ട് സുജ ചോദിച്ചു. അത് സാരമില്ലമ്മേ, വൈകിട്ട് അതിടാം. അവരെ വിഷമിപ്പിക്കാൻ അവന് തോന്നിയില്ല. ഒന്നാമത് പൂജയുടെ പെരുമാറ്റം തന്നെ അവരെ നന്നായി വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവനറിയാം. മോൻ അവളെയും കൂട്ടി വാ, ഞാൻ അപ്പോഴേക്കും ഉച്ചക്കത്തുള്ളത് നോക്കട്ടെ. സുജ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതും ഗൗതം മൊത്തത്തിൽ ആ മുറിയൊന്ന് നോക്കി. അവളുടെ സാമ്രാജ്യം കൊള്ളാം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ആണെങ്കിലും അവരുടെ ജീവിത ചുറ്റുപാടുകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണെന്ന് അവന് തോന്നി. ഒരുപക്ഷെ പ്രേമിന് കൂടി ജോലി കിട്ടിയതോടെ ആയിരിക്കും അവരുടെ കുടുംബത്തിൽ ഇത്രയും മാറ്റങ്ങൾ വന്നത്. ഗൗതം പുറത്തേക്കിറങ്ങി വരുമ്പോൾ ഹാളിൽ എങ്ങും ആരുമില്ല. അവൻ ആദ്യമൊന്ന് മടിച്ചു നിന്നെങ്കിലും പതിയെ ഹാളിലേക്ക് നടന്ന് അതുവഴി മുറ്റത്തേക്കിറങ്ങി. മോൻ വാ. രാജുവും സുജയും കൂടി കരിക്ക് വെട്ടുവാണ്. അവൻ അവരുടെ അടുത്തേക്ക് നടന്നു. രാജു വെട്ടിക്കൊടുക്കുന്നത് ഒരു കപ്പിലേക്ക് ഒഴിക്കുവാണ് സുജ. വീടിന് പുറകുവശമാണ്. അതിനോട് ചേർന്ന് കുറച്ച് സ്ഥലമുണ്ട്. എടി, മോന് കൊടുക്ക. അയ്യോ, ഞാനങ്ങ് എടുക്കാൻ തുടങ്ങുമായിരുന്നു. മോൻ വാ, ഇവിടെ ഇരിക്കെ. ഗൗതം അവർക്കടുത്തേക്ക് വന്ന് വീടും പരിസരവും നോക്കുന്നത് കണ്ട് രാജു പെട്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ തെങ്ങിൽ നിന്നാണോ ഈ കാണുന്നതൊക്കെ? നമ്മുടെയാണോ അച്ഛാ? ഇവിടുന്ന് ആ അതിര് കണ്ടില്ലേ, അവിടെ വരെ നമ്മുടെയാ മോനെ. കുറച്ചുകൂടി ഉണ്ടായിരുന്നതാ. പ്രേമിൻ്റെ പഠിത്തത്തിന് വേണ്ടിയൊക്കെ കുറച്ച് കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇതേ ഉള്ളൂ. ഉള്ളതിനകത്ത് അത്യാവശ്യം നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടും. തെങ്ങും മ്ലാവുമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും ഇഞ്ചിയും ചെറിയ രീതിയിൽ പച്ചക്കറിയും. നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇവിടുന്ന് തന്നെ കിട്ടും. അമ്മയായിരിക്കും മേൽനോട്ടം. അവൻ അവർക്കടുത്തായി ഒരു കല്ലിന് മുകളിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു.
മോൻ ഞാൻ കസാര എടുത്തുകൊണ്ട് വരാം, ഇരിക്കാൻ. അവിടെയൊക്കെ ഇരുന്നാൽ മുണ്ടിലൊക്കെ അഴുക്കാവും. അതൊന്നും സാരമില്ല, ഇത് മതി, ഇതാ സുഖം. അവൻ്റെ സംസാരം അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമായി. രണ്ടാളും പരസ്പരം നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. വലിയ വീട്ടിലെ ചെറുക്കനാണ് അവൻ. എൻ്റെ മോളുമായും ഈ വീടുമായുമൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമോ എന്ന്. ഇപ്പോൾ അവൻ്റെ സംസാരവും പ്രവൃത്തിയും കാണുമ്പോൾ മനസ്സിൽ കണ്ടതുപോലെ കാര്യങ്ങൾ നടന്നതുപോലെ തോന്നി. മോളെ കണ്ടില്ലല്ലോ. അവൾ അകത്തുണ്ട്, ഞാൻ വരുന്നത് കണ്ടു കാണില്ല, ഇപ്പോൾ വരും. രാജു വീടിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഗൗതം പെട്ടെന്ന് മറുപടി പറഞ്ഞു. പൂജ അവരുടെ സംസാരം കേട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഓ, വന്നു കയറിയില്ല, അതിനു മുമ്പേ തുടങ്ങിയോ അധികാരം സ്ഥാപിക്കാൻ? അച്ഛനും അമ്മയും ഇയാളെ തലയിലെടുത്ത് വെച്ചേക്കുക. എന്തൊരു സ്നേഹം! വന്നു കയറിയപ്പോൾ തന്നെ എന്തൊക്കെ കണ്ട്. ഇനിയിപ്പോൾ പോകുന്നവരെ ഇതൊക്കെ തന്നെയാകും. അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാ പൂജ, മോൻ ഇതെടുത്തു കൊടുത്തേ. എന്തോ ആലോചിച്ച് നിൽക്കുന്നവളെ കണ്ട് സുജ പെട്ടെന്ന് പറഞ്ഞു. കരിക്കൻ വെള്ളം എടുത്തു കുടിക്കാൻ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങേരുടെ അടുത്ത് തന്നെയല്ലേ അതിരിക്കുന്നത്? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർ അടുത്തേക്ക് ചെന്നു. പൂജയ്ക്ക് സ്വന്തം വീട്ടിലെ ആരെയും ഇപ്പോൾ അങ്ങനെ കണ്ണിന് പിടിക്കാത്തതുകൊണ്ട് എല്ലാം ഒരു ഇഷ്ടക്കേടാണ് അവൾക്ക് മുന്നിൽ. മനസ്സില്ലാ മനസ്സോടെ തനിക്ക് നേരെ കപ്പ് നീട്ടുന്നവളെ നോക്കി ഗൗതം മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി. എന്താ പെട്ടെന്നൊരു ചിരി? സംശയത്തോടെ ശ്രദ്ധിച്ചപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. രാജു അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഓ, അമ്മായിപ്പനെ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടാണ് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നല്ല ഭർത്താവാണെന്നും എന്നെ നന്നായി നോക്കുന്നുണ്ടെന്നുമൊക്കെ കാണിക്കാൻ എന്തും ചെയ്യും. ഇവർക്കും കാണുമല്ലോ, കിരണിനേക്കാൾ നന്നായാണോ ഗൗതം എന്നോട് പെരുമാറുന്നത്, അതോ അവരുടെ തീരുമാനം തെറ്റായി പോയോ എന്നൊക്കെ അറിയാനായിരിക്കും. സ്വന്തം മകളുടെ മനസ്സ് കാണാതെ ഏതോ ഒരുത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചപ്പോൾ സമാധാനമായി കാണും ഇവർക്കൊക്കെ. ഭാരം ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഒന്നിനും വരില്ലല്ലോ. എൻ്റെ പേരിൽ ആർക്കും പുറത്തേക്കിറങ്ങി നടക്കേണ്ടത്ത നാണക്കേടൊന്നും ഉണ്ടാവുകയുമില്ല. പൂജയെ സുജ കുറച്ച് ഉറക്കെ വിളിച്ചതും പൂജ ഞെട്ടലോടെ ചുറ്റിനും നോക്കി. എല്ലാവരും തന്നെ തന്നെ നോക്കിയിരിക്കുവാണ്. അവൾക്ക് അപ്പോഴാണ് താൻ ഇത്രയും നേരം എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുവാണെന്നുള്ള കാര്യം മനസ്സിലായത്. നീ എന്താ പൂജയെ, ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഇല്ല, മോനെയും കൊണ്ട് ഇവിടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ. ഇവിടമോ? ഇവിടെ എവിടെ കാണാൻ? പൂജയ്ക്ക് അമ്മ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവളുടെ മുഖത്തു നിന്ന് തന്നെ ഗൗതമിന് മനസ്സിലായി. അതേസമയം വേറെ ചില കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് വന്നതും അവൻ്റെ മുഖം ഇരുണ്ടു. വാ, നമുക്ക് പതിയെ നടക്കാം. ആരെങ്കിലും എന്തെങ്കിലും പറയും മുന്നേ ഗൗതം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പൂജയോടായി പറഞ്ഞു. അച്ഛനും അമ്മയും നിൽക്കുന്നത് കൊണ്ട് അവൾക്കൊന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല. അവരുടെ ഇടയിൽ നിന്ന് കുറച്ചു നേരം മാറണമെന്ന് അവളും അന്നേരം ആഗ്രഹിച്ചിരുന്നു. ഇവിടെ ഈ വീട്ടിലായിരിക്കുന്ന ഓരോ നിമിഷവും എന്തൊക്കെയോ ഓർമ്മകൾ തികട്ടി വരുന്നുണ്ട്. അവയൊക്കെ തൻ്റെ ഹൃദയത്തിൽ പോറലുണ്ടാക്കുന്നവയും. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ടെത്തിയിരുന്നു ഗൗതം അവളെയും കൂട്ടി. അവളായി ഒന്നും പറയാതെ അവൻ തന്നെ വഴി കാട്ടിയെന്ന് പറയാം. പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. വെറുതെ രണ്ട് അപരിചിതരെ പോലെയാണ് രണ്ടാളുടെയും നടപ്പ്. ഇടയ്ക്ക് ഗൗതം അവളെ നോക്കുന്നുണ്ട്. വീട്ടിലുള്ളതിനേക്കാൾ വീർത്ത് കെട്ടിയാണ് അവൾ വന്നപ്പോൾ മുതലുള്ള അവളുടെ മുഖം. ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലെന്ന് കണ്ടാലറിയാം. സാധാരണ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന കാര്യം കേട്ടാൽ പെണ്ണുങ്ങൾ നിലത്തൊന്നുമല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരുത്തിയുടെ മുഖം ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ തെളിഞ്ഞിട്ടില്ല. നീ വന്നത് നിൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ? അവനല്പം പരിഹാസത്തോടെയാണ് ചോദിച്ചത്. അവർക്കിടയിലെ നിശബ്ദതയ്ക്ക് ഒടുക്കം കുറച്ചുകൊണ്ട് ഗൗതം പറയുന്നത് കേട്ടവൾ പല്ല് കടിച്ചു. നാട് കാണാൻ ഇറങ്ങുന്നവർ നാട് കണ്ടാൽ മതി, എൻ്റെ കാര്യം തിരക്കാൻ വരണ്ട. പൂജ ദേഷ്യത്തോടെ പറഞ്ഞതും ഗൗതമിൻ്റെ മുഖം മാറി. അവൻ പെട്ടെന്ന് ചുറ്റിനുമൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് കയ്യാലയ്ക്ക് മറവിലേക്ക് നിർത്തി. പൂജ പെട്ടെന്ന് പേടിച്ച് നിലവിളിക്കാനൊരുങ്ങിയതും അവൻ അവളുടെ വാപൊത്തി. ഇണ്ടരുത്, ഇനി എന്തേലും പറഞ്ഞാൽ നിന്നെ ഇവിടെ തന്നെ ചവിട്ടിയിട്ടിട്ട് ഞാനങ്ങ് പോകും. നിന്റെ മറ്റവനെ പോലെ നട്ടിട്ടില്ലാത്തവനല്ല ഗൗതം. അവനെപ്പോലെ ഒളിഞ്ഞു നിന്ന് കാര്യം നടത്താൻ എനിക്കറിയുകയുമില്ല. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ഞാൻ. അവൻ്റെ കണ്ണുകൾക്ക് വല്ലാത്ത തീക്ഷ്ണതയുണ്ടായിരുന്നു ആ നിമിഷം. പൂജ ഭയത്തോടെ അവനെ നോക്കി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവന് മുന്നിൽ നിൽക്കാൻ അവൾക്ക് പേടി തോന്നി. എന്താടി, നിന്റെ നാക്കും തൻ്റെയുമൊക്കെ എവിടെ പോയിപ്പോൾ? ഗൗതം എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അവിടെയും ഇവിടെയും തൊടാതെയുള്ള സംസാരം. അതുകൊണ്ടാണ് അവനായി എന്തേലും ചോദിക്കാതെ എങ്ങനെയാ പറയുന്നത്? കിരൺ എന്നെ കാണാൻ വന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുമോ? ചോദിക്കില്ലേ? അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ഉറപ്പായും ഗൗതം അങ്ങനെ ചെയ്യും. ഇതിപ്പോൾ എങ്ങും തൊടാതെയുള്ള സംസാരം. അത് ചിലപ്പോൾ അവൻ തൻ്റെ മനസ്സറിയാനായിരിക്കും. കല്യാണം കഴിഞ്ഞും അവനുമായി ഞാൻ എന്തെങ്കിലും രീതിയിൽ അടുപ്പമുണ്ടോ എന്ന് അറിയാനായിരിക്കും ഗൗതം ശ്രമിക്കുന്നത്. നീ തുറന്നു പറയാതെ ഓരോന്ന് ഉള്ളിൽ കൊണ്ട് നടക്കുന്നിടത്തോളം കാലം നിൻ്റെ ജീവിതം അത് നിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും പൂജ. ഒരു സമയം കഴിഞ്ഞാൽ നിനക്ക് പോലും അത് തിരികെ പിടിക്കാൻ കഴിയില്ല.
അവളിലെ പിടിവിട്ട് അവളിൽ നിന്ന് അകന്നു മാറി മറ്റെങ്ങും നോക്കിയവൻ പറഞ്ഞതും ഞെട്ടലോടെ പൂജ നെഞ്ചിൽ കൈവച്ചു. അവനോട് എന്തു പറയും, എങ്ങനെ പറയും? കിരണിനെപ്പറ്റി അവനോട് പറയാൻ പറ്റുമോ? ഇല്ല, അത് ചിലപ്പോൾ കിരണിൻ്റെ ജീവിതം കൂടി അപകടത്തിലാക്കും. അവനെ അങ്ങനെയൊരു ആപത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് കഴിയില്ല. താലി എന്നൊരു ബന്ധനം ഇല്ലായിരുന്നിൽ അവൻ്റെ ഒരു വിളിക്ക് മുന്നിൽ താൻ ഇന്നവൻ്റെ കൂടെ ഉണ്ടായേനെ. എന്തു ചെയ്യുമെന്നറിയാതെ പൂജ വിഷമത്തോടെ നിന്നു. ഒരു വശത്ത് സ്നേഹിച്ചതിനെ വേദനിപ്പിക്കാനും മറുവശത്ത് താലി കെട്ടിയവന് ശത്രുവായി മാറുവാനും കഴിയാതെ എങ്ങനെ ഇതിനെല്ലാം ഒരു പരിഹാരം കാണുമെന്നുള്ള ചിന്തയോടെ അവനെ നോക്കിയവൾ. തുടരും. എന്ന് സ്റ്റോറി ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളും കൊണ്ട് പറ്റാതെ വരും. ഇനി ഞാൻ ഡെയിലി ശ്രമിക്കാം.